10ാം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ അധ്യായമായ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന പാഠത്തിലെ മുഖ്യ നിയന്ത്രകൻ എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ദിസ് വീഡിയോ ഈസ് അബൌട്ട് ദ ടോപ്പിക് പ്രൈം കൺട്രോളർ. യു നോ ദാറ്റ് ഹൈപ്പോതലാമസ്, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഈസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥിയുമാണെന്ന് നിങ്ങൾക്കറിയാം. ഹൈപ്പോതലാമസ് കണ്ടെയ്ൻസ് several groups of neurosecretory cells which produce hormones. ഹൈപ്പോതലാമസിൽ നിന്നും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി നാഡീതന്തുക്കൾ കാണപ്പെടുന്നു. ഇതാണ് നാഡീതന്തുക്കൾ അല്ലെങ്കിൽ ന്യൂറോസെക്രീറ്ററി സെൽസ്. ഹൈപ്പോതലാമസിന് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നേർത്ത ദണ്ഡ് പോലെയുള്ള ഒരു ഭാഗം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഹൈപ്പോതലാമസുമായി ബന്ധിക്കുന്നു. ജസ്റ്റ് ബിലോ ദ ഹൈപ്പോതലാമസ് ഈസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് രണ്ട് ദളങ്ങളുണ്ട്, മുൻദളവും പിൻദളവും. Pituitary gland has two lobes, anterior lobe and posterior lobe. 4 types of hormones are produced by hypothalamus: releasing hormone, inhibitory hormone, oxytocin, vasopressin അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഹൈപ്പോതലാമസിൽ നിന്നും 4 തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇതിൽ റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഹൈപ്പോതലാമസിലെ നാഡീതന്തുക്കൾ നേരിട്ട് രക്തത്തിലേക്ക് സ്രവിക്കുകയും ഒരു പോർട്ടൽ സിര വഴി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെത്തി അവിടെയുള്ള ഗ്രന്ഥികോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഡയറക്ട്ലി poured into the blood by the neurosecretory cells of the hypothalamus, and these hormones are transported to the anterior lobe of the pituitary gland through a portal vein and regulate the functions of the anterior lobe of the pituitary gland. The other two hormones, oxytocin and vasopressin is also called antidiuretic hormone, are transported to the posterior lobe of the pituitary gland by special neurosecretory cells. The posterior lobe of the pituitary gland stores these hormones and releases into the blood when required. ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രത്യേക നാഡീതന്തു വഴി നേരിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ എത്തുകയും അവിടെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു. ഓക്സിറ്റോസിൻ്റെയും വാസോപ്രസിൻ്റെയും ധർമ്മം എന്താണെന്ന് നോക്കാം. ഓക്സിറ്റോസിൻ പ്രധാനമായും 2 ധർമ്മങ്ങളാണ് വഹിക്കുന്നത്. ഒന്ന്, ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. രണ്ടാമത്തെ ധർമ്മം മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയററ്റിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഫങ്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ: facilitates childbirth by stimulating the contraction of smooth muscles in the uterine wall. Facilitates lactation. Function of vasopressin or antidiuretic hormone: helps in the reabsorption of water in the kidney. Then, what is the function of releasing hormones? Releasing hormones stimulate the glandular cells of the anterior lobe of the pituitary gland and produce different hormones such as thyroid stimulating hormone അല്ലെങ്കിൽ TSH,
അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTH, ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആൻഡ് പ്രോലാക്റ്റിൻ. റിലീസിംഗ് ഹോർമോണുകളുടെ ധർമ്മം എന്താണ്? ഹൈപ്പോതലാമസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലുള്ള ഗ്രന്ഥികോശങ്ങളെ ഉത്തേജിപ്പിച്ച് ഹോർമോണുകളായ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH, അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTH, വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ കൂടാതെ പ്രോലാക്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. Why these hormones are called tropic hormones? These are called tropic hormones because these hormones regulate the functions of other endocrine glands. Tropic hormones are produced by the anterior lobe of the pituitary gland. Hence, pituitary gland has great significance in the endocrine system. ഈ ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയാൻ കാരണം അവ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ anterior lobe of the pituitary gland and their functions. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH stimulates the activity of the thyroid gland. അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH stimulate the activity of adrenal cortex. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTH stimulates the activity of testes in males and ovaries in females. ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ GH സൊമാറ്റോട്രോപ്പിക് ഹോർമോൺസ് STH promotes the growth of the body. പ്രോലാക്റ്റിൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മവും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. വളർച്ചാ ഹോർമോൺ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഓരോ ട്രോപ്പിക് ഹോർമോണുകളുടെയും ഉൽപാദനത്തിന് സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ റിലീസിംഗ് ഹോർമോണുകളാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ ഓരോ റിലീസിംഗ് ഹോർമോണുകളുടെ പേരും അതിൽ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ട്രോപ്പിക് ഹോർമോണുകളും പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സഹായിക്കുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനാണ്. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഗൊണാഡോട്രോപ്പിക് ഹോർമോണുകളുടെയും ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോണായ സൊമാറ്റോട്രോപ്പിക് ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. കോർട്ടിക്കോട്രോപ്പിക് റിലീസിംഗ് ഹോർമോൺ അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. What is the function of inhibitory hormone? Inhibitory hormone inhibits the production of tropic hormones from the anterior lobe of the pituitary gland. ഇൻഹിബിറ്ററി ഹോർമോണുകളുടെ ധർമ്മം എന്ത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുകയോ മന്ദീഭവിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോണുകളുടെ ധർമ്മം. റിലീസിംഗ് ഹോർമോണുകളുടെയും ഇൻഹിബിറ്ററി ഹോർമോണുകളുടെയും സംയോജിത പ്രവർത്തനത്തിലൂടെയാണ് മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും ധർമ്മങ്ങൾ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നത്. It is through the combined action of these two groups of hormone, that is, releasing hormones and inhibitory hormones, that the functions of most of the endocrine glands are properly regulated. ഇത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. TSHന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന റിലീസിംഗ് ഹോർമോൺ ആണ് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. തൈറോട്രോപ്പിൻ ഹോർമോൺ is the releasing hormone that stimulates the production of TSH.
When there is an increase in the production of TSH, TSH stimulates the thyroid gland, causes increase in the secretion of thyroxine and calcitonin. This will cause an imbalance in metabolic activities of the body. Thyrotropin releasing hormone, ട്രോപ്പിക് ഹോർമോണായ TSHനെ ഉൽപ്പാദിപ്പിക്കുന്നു. TSH തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും തൈറോക്സിനും കാൽസിറ്റോണിനും സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. തൈറോക്സിന്റെയും കാൽസിറ്റോണിന്റെയും അളവ് വർദ്ധിച്ചാൽ അത് ഉപാപചയ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നതിന് കാരണമാകുന്നു. In this situation, the inhibitory hormone produced by the hypothalamus acts on the anterior lobe of the pituitary gland and inhibit or retards the production of TSH. This helps to maintain the homeostasis. ഇങ്ങനെ ഉപാപചയ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്ന സാഹചര്യത്തിൽ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെത്തി TSHന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുകയോ മന്ദീഭവിപ്പിക്കുകയോ ചെയ്യുന്നു. TSHന്റെ അളവ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് എത്തുകയും ആന്തര സമസ്ഥിതി അല്ലെങ്കിൽ ഹോമിയോസ്റ്റസിസ് പാലിക്കപ്പെടുകയും ചെയ്യുന്നു. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവ്യ വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഹൈപ്പോതലാമസിനെ മുഖ്യ നിയന്ത്രകൻ എന്ന് പറയുന്നത്. The hypothalamus controls the pituitary gland and thereby the entire endocrine system by producing a variety of releasing hormones and inhibitory hormones. That is why hypothalamus is considered as the prime controller. Thank you.